കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്കെതിരെ നടന്ന റാഗിങ്ങിനെതിരെ പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച ബിജെപി പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക, റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, ഇരയായ വിദ്യാർത്ഥിക്ക് നീതി ഉറപ്പാക്കുക, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് കൃത്യമായിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനോ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനോ കൃത്യമായിട്ട് എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കാനോ പോലും ഇതുവരെ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. മാതാപിതാക്കളെ ഡിയോണിന്റെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാതാപിതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോലും വളരെയധികം താമസം നേരിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാനാണ് ഈ സ്കൂൾ അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറ്റം ഒരു പരിധിയിൽ കൂടുതൽ റാഗിങ് ഒരു കാര്യം നിയമം വെച്ചിട്ട് റാഗിങ് ചെയ്യുന്നത് മാത്രമല്ല റാഗിങ്ങിനെ മൂടി വെക്കുന്നതും കുറ്റകരമാണ്. അപ്പോൾ ഇനിയെങ്കിലും സ്കൂൾ അധികൃതർ ഈ കുറ്റം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിനെതിരെ അടക്കം സ്കൂൾ അധികൃതർക്കെതിരെ അടക്കം നിയമ നടപടികളുമായിട്ട് BJP പോകുക തന്നെ ചെയ്യും. കാരണം നീതി ന്യായമൊക്കെ വേണം. ഒരു വിദ്യാർത്ഥി അതിക്രൂരമായിട്ട് 10 or 20 പേർ ചേർന്നിട്ട് മർദ്ദിക്കുക, അതിൽ 18 വയസ്സ് പൂർത്തിയായ ആളുകൾ വരെ ഉണ്ടായിരിക്കുക, എന്നിട്ടും ഒരു റിപ്പോർട്ട് പോലും പോലീസിനെതിരെ സ്കൂൾ അധികൃതർ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം കുറ്റവാളികളെ മനഃപൂർവ്വം സ്കൂൾ അധികൃതർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അടുത്ത ഇനി 2-3 ദിവസത്തിനകത്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ, സ്കൂളിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിൽ നൽകിയിട്ടില്ലെങ്കിൽ, പോലീസ് കേസെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് സ്കൂൾ അധികൃതർക്കെതിരെ ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകും. റാഗിങ് ചെയ്യുന്നത് മാത്രമല്ല റാഗിങ് റിപ്പോർട്ട് ചെയ്യാത്തതും കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്കൂൾ പ്രിൻസിപ്പളിനും മാനേജറും ആരാണ് അതിൻ്റെ അതോറിറ്റി അവർക്കെതിരെ അടക്കം നിയമ നടപടികളുമായിട്ട് BJP മുമ്പോട്ട് പോകും. അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരത്ത് തന്നെ ഡിയോണിൻ്റെ മാതാപിതാക്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ട് ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് എത്രയും വേഗം ഡിയോണിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് സ്കൂൾ അധികൃതരും പോലീസും മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കുറുപ്പമ്പടി മണ്ഡലം പ്രസിഡന്റ് രാകേഷ് PR അധ്യക്ഷത വഹിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ആമുഖ പ്രഭാഷണം നടത്തി. ദേവശൻ പടയാറ്റിൽ, GB പാത്തിക്കൽ, ഷാജി മൂത്തേടൻ, K അജിത് കുമാർ, ലിഷ, വിഷ്ണു സുരേഷ്, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നീതിക്കായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് 2020 മണ്ഡലം പ്രസിഡന്റ് GB പാത്തിക്കൽ അറിയിച്ചു. ഈ കീഴിലം സെന്റ് തോമസ് സ്കൂളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം ഉണ്ടായ സംഭവം വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു കുട്ടിയോട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂരതയാണ് കുറച്ച് കുട്ടികൾ ചേർന്ന് ചെയ്തിരിക്കുന്നത്. സഹപാഠികൾ തന്നെയാണ് ചെയ്തത്. ഒരു കൊച്ചു ചെറുപ്പക്കാരനോട് ചെയ്യാൻ പറ്റുന്ന അവൻ്റെ കൂട്ടുകാർ ചെയ്യുന്നതിൻ്റെ ഒരു സാധാരണ ഉന്തോതുള്ളോ ഇടി പോലെയുള്ളതല്ല. തലയ്ക്കും പുറത്തിനും നട്ടെല്ലിന് വരെ ക്ഷതമേൽക്കുന്ന രീതിയിൽ, തലയ്ക്ക് ക്ഷതമേൽക്കുന്ന രീതിയിലേക്ക് ഇടിക്കാന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് മൈൻഡുള്ള കുറച്ച് പിള്ളേരാണ്. അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതാണ് അതിലും വലിയ സങ്കടം. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കാണിക്കുന്ന അനാസ്ഥ ശരിക്കും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഈ നാട്ടിലെ നമ്മുടെ ഒരു MLAയുടെ അയൽവക്കവും ബന്ധുവും ഒക്കെ കൂടിയാണ് ഈ കുട്ടി. എന്നിട്ട് പോലും MLA അതിനെതിരെ നടപടി എടുക്കാനോ അതിന് സംസാരിക്കാനോ ഈ മാനവിനോട് സംസാരിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. കാരണം ഈ കുട്ടിക്ക് നീതി കിട്ടുന്നവരെ ഈ BJPയുടെ കൂടെ NDA മുന്നണി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധിക്കും. അതിനെതിരെ നടപടി ഉണ്ടാകുന്നവരെ പ്രതിഷേധ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്കൂൾ മാനേജ്മെൻറ്റ് അനാസ്ഥ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ആ കുട്ടികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് ഈ സമര ആഹ്വാനം ഒരിക്കൽ കൂടി ഒന്നിച്ച് ആഹ്വാനം ചെയ്ത് പറയുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഈ സമര പരിപാടികൾ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, രായമംഗലം.